الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, ചെറുതും വലുതുമായ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ജീവിതം സൽക്കർമ്മങ്ങൾ കൊണ്ട് അമലി സ്വാലിഹാത്തുകൾ കൊണ്ട് സമ്പന്നമാക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളുടെ ഭക്തിയുള്ള ആളുകളുടെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ രണ്ട് പ്രവാചകന്മാർ, പിതാവും പുത്രനും, അവരോട് പരിശുദ്ധ കഅബാലയം അത് പടുത്തുയർത്താൻ വേണ്ടി പറഞ്ഞു. അതവർ പടുത്തുയർത്തി. ആ കർമ്മം സ്വീകരിക്കാൻ വേണ്ടി അവർ റബ്ബിനോട് ദുആ ചെയ്തു. എന്നിട്ട് അല്ലാഹു തആല അവരോട് പറഞ്ഞു, നിങ്ങളത് ശുദ്ധീകരിക്കണം, ആ ഭവനം ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? മക്ക എന്ന് പറയുന്ന ആ നാട്, ആ പരിപാവനമായ പവിത്രമായിട്ടുള്ള നാട്, അത് നിർഭയത്വമുള്ള, ആളുകൾക്ക് ഭയമില്ലാതെ പേടിയില്ലാതെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ ഉതകുന്ന ഒരു പ്രദേശമായിട്ട് മാറ്റാൻ വേണ്ടി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച സന്ദർഭം ശ്രദ്ധേയമാണ്. എൻ്റെ രക്ഷിതാവേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണമേ. നിർഭയത്വമുള്ള നാടായി മാറ്റുക. നമുക്കറിയാം, അറബികളുടെ ചരിത്രം എന്ന് പറയുന്നത് നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും യുദ്ധങ്ങൾ, നീണ്ട വർഷങ്ങൾ യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ രീതിയിലുള്ള ആളുകളായിരുന്നു അവർ. അപ്പോ
പരിശുദ്ധ കഅബാലയത്തിൽ വരുന്ന മക്ക എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ കാലുകുത്തുന്ന ആളുകൾക്ക് അവരുടെ അഭിമാനവും അന്തസ്സും അവരുടെ സമ്പത്തും ശരീരവും സംരക്ഷിക്കപ്പെടണം. അവർക്ക് നിർഭയത്വം ഉണ്ടാകണം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം അതിന്റെ 35-ാം സൂക്തത്തിലും ഇതേ പ്രാർത്ഥന നമുക്ക് കാണാനായിട്ട് കഴിയും. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ. നാഥ, ഈ നാടിനെ നിർഭയത്വമുള്ള, ഭയത്തിൽ നിന്ന് മുക്തമായിട്ടുള്ള, ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തോടുകൂടി ആരാധനാ കർമ്മങ്ങൾ ചെയ്യുവാനും അവിടെ താമസിക്കുവാനും അതുപോലെ അവർക്ക് സ്വൈരവിഹാരം നടത്തുവാനൊക്കെയുള്ള ഒരു അവസ്ഥ വിശേഷം ഉണ്ടാക്കണമേ എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. ലോകത്തിന്റെ ചരിത്രത്തിൽ ഒന്നാമതായി കൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ജനങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായിട്ടുള്ള മന്ദിരമാണത്. ആ മന്ദിരം കുടികൊള്ളുന്ന പ്രദേശത്താരെങ്കിലും പ്രവേശിച്ചാൽ വമൻ ദഖലഹു കാന ആമിനാ. പരിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറ ആൽ ഇംറാനിന്റെ 97-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്. അവിടേക്ക് പ്രവേശിക്കുന്നവൻ നിർഭയനായി മാറുകയാണ്. അവന് പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും അവിടെ താമസിക്കുന്നവരും അങ്ങോട്ട് കടന്നു ചെല്ലുന്നവരും ഒക്കെ മറ്റൊരാളെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരർത്ഥത്തിലും ദ്രോഹിച്ചുകൂടാ, ഉപദ്രവിച്ചുകൂടാ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിന്റെ സൂറ അങ്കബൂത്ത് അതിന്റെ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, അവലം യറൗ അന്നാ ജഅൽനാ ഹറമൻ ആമിനാ. അവർ കണ്ടില്ലേ നാം ആ പരിശുദ്ധമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള ഭവനത്തെ നിർഭയമുള്ള ഒരു ഭവനമാക്കി മാറ്റിയില്ലേ? അത് വലിയ അനുഗ്രഹമല്ലേ? ഒരാള് 10, 50, 60 വയസ്സ് വരെയൊക്കെ അധ്വാനിച്ചിട്ട് അയാള് സമ്പത്ത് കൊണ്ട് പല മോഹങ്ങളുമായിട്ട് നടക്കാൻ, പക്ഷേ ഒരു സന്ദർഭത്തിൽ കൊള്ളയടിക്കപ്പെടുകയാണ്. അങ്ങനെ കൊള്ളയടിക്കപ്പെടാൻ പാടില്ല. അവിടെ നിർഭയമായിട്ട് ഒരാൾക്ക് നടക്കണം, ആണാവട്ടെ പെണ്ണാവട്ടെ. അതിനുള്ള സാഹചര്യത്തിന് വേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. സഹോദരങ്ങളെ, മക്കയില് മറ്റുള്ള എല്ലാ പ്രദേശങ്ങളിലും ഓരോ വ്യക്തിയും പാലിക്കേണ്ട അനവധി നിയമങ്ങള് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ മക്കയിൽ പ്രത്യേകിച്ച് ഹറം എന്ന് പറയുന്ന കഅബാലയത്തിന്റെ 4 ഭാഗത്തേക്കും ഏതാനും കിലോമീറ്ററുകൾ ചുറ്റളവുള്ള ആ പ്രദേശത്തിനാണ് ഹറം എന്ന് പറയുക. അവിടെ ഒരായുധം ഒരാളെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് എടുക്കാൻ പാടുള്ളതേയല്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഹ്മില ബിമക്കത സിലാഹ്. ആയുധമേന്തിക്കൊണ്ട് അങ്ങോട്ട് കടന്നു ചെല്ലാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെയുള്ള ഒട്ടേറെ നിയമങ്ങളുണ്ട്. അങ്ങനെ മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം അദ്ദേഹത്തോട് അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ്. ഇബ്രാഹിം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളോട് ഈ കഅബാലയത്തിൽ വന്ന് ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി അങ്ങ് വിളംബരം ചെയ്യുക, ജനങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുക. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹജ്ജ് 22-ാമത്തെ അധ്യായമാണ്. അതിന്റെ 27-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല പറയുകയാണ്. ആരോടാ പറയാൻ വേണ്ടി പറയുന്നത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിമേ, നീ ഹജ്ജിന് വേണ്ടി ജനങ്ങളോട് വിളംബരം ചെയ്യുക. യഅ്തൂക റിജാലാ. ആളുകൾ നടന്നുകൊണ്ട് ഹജ്ജിന് വേണ്ടി കടന്നുവരും. വഅലാ കുല്ലി ളാമിരിൻ. മെലിഞ്ഞ ഒട്ടകപ്പുറങ്ങളിലായിട്ടും അവർ കടന്നുവരും. യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വിദൂരമായ ദിക്കുകളിൽ നിന്ന് മലമ്പാതകളും താഴ്വരകളും താണ്ടിക്കൊണ്ട് ആ കഅബയെ ലക്ഷ്യമാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് അങ്ങോട്ട് കടന്നു വരുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, ഹജ്ജിനുള്ള വിളംബരമാണ്.
ഓരോ ആളുകളും ഇപ്പൊ നമ്മുടെയൊക്കെ ബന്ധപ്പെട്ട പലരും സ്നേഹിതന്മാരോ ബന്ധുക്കളോ ഒക്കെ ആരെങ്കിലും ഒക്കെ ഹജ്ജിന് പോയിട്ടുണ്ടാകും. അവരൊക്കെ പോകുന്നതിന്റെ ആദ്യത്തെ ഹജ്ജിനുള്ള ക്ഷണം അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെയാണ് അല്ലാഹു തആല നടത്താൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഓർക്കുക, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. ഇന്ന് ഹജ്ജിന്റെ ഈ വർഷത്തെ ഹജ്ജിന്റെ ആരംഭ ദിവസമാണ്. ഹജ്ജ് ആരംഭിക്കുക ദുൽഹജ്ജ് 8-ന് യൗമു തർവിയ എന്ന് പറയുന്ന ദിവസത്തിലാണ്. യൗമു തർവിയ എന്ന് പറയുന്ന ദിവസം ആ കാലഘട്ടത്തിൽ, നബിയുടെ കാലഘട്ടത്തില് മിനായിലും അതുപോലെ അറഫായിലൊക്കെ കുടിക്കാനുള്ള കുടിവെള്ളം, അത് കുടിനീര് ലഭ്യമാകുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഹറമിൽ നിന്ന് തന്നെ വെള്ളം ശേഖരിച്ച് പോകുന്ന ദിവസം എന്ന് അർത്ഥമുള്ള യൗമു തർവിയ എന്ന് ഈ ഹജ്ജിനായിട്ട് പുറപ്പെടുന്നതിന്റെ ഒന്നാമത്തെ ദിവസത്തിന് പേര് വന്നു എന്നുള്ളതാണ്. ഇന്ന് വെള്ളിയാഴ്ച കാലത്ത് ളുഹാ സമയത്ത് ഹാജിമാര് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് ഹജ്ജിന് വേണ്ടി. അങ്ങനെ അവര് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടും പരിശുദ്ധമായിട്ടുള്ള മിനായിലേക്ക് പോവുകയാണ് സഹോദരങ്ങളെ. അവര് മിനായിൽ കഴിഞ്ഞുകൂടുകയാണ്. നാളെ അവരെന്ത് ചെയ്യും? അറഫയിലേക്ക് പോവുകയാണ്. അറഫ എന്ന് പറയുന്നതിന്റെ മഹത്വം ലോകത്ത് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ ശരീരത്തില് ഹൃദയത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അതുപോലെയാണ് ഹജ്ജ് കർമ്മത്തിൽ അറഫക്കുള്ള പ്രാധാന്യം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിന്നാൽ മാത്രം ഹജ്ജാവൂല. പക്ഷേ അതാണ് അതിന്റെ പരമപ്രധാനമായിട്ടുള്ള കർമ്മം എന്നുള്ളതാണ്. അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഹജ്ജിന്റെ റുക്നാണ്, അവിഭാജ്യ ഘടകമാണ്. അറഫയിൽ നിന്നില്ല എങ്കിൽ അവൻ ഹജ്ജില്ല എന്നർത്ഥം. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ നിയമങ്ങളുണ്ട്. പകൽ സമയത്ത് അറഫയിൽ നിന്ന മനുഷ്യൻ ഹാജി അവന് സൂര്യാസ്തമനം വരെ, മഗ്രിബ് വരെ അറഫയിൽ തന്നെ നിലകൊള്ളണം. അതിന്റെ പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. അഥവാ പോയാൽ അവന് പ്രായശ്ചിത്തമായിട്ട് ഒരു ആടിനെ ഇറക്കണം. അത് മക്കയിലെ ദരിദ്രന്മാർക്ക് കൊടുക്കണം. അതിൽ നിന്ന് ഭക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. നിങ്ങൾ നോക്കൂ, അറഫാ ദിനം എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഒട്ടേറെ മഹത്വങ്ങളുള്ളതാണ്. നരകത്തിൽ നിന്ന് നരകവാസികളെ ഏറ്റവും കൂടുതൽ മോചിപ്പിക്കുന്ന ദിവസം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം യൗമു അറഫ, അറഫ ദിവസം എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് സഹീഹ് മുസ്ലിമിലെ 1348-ാമത്തെ വചനത്തിൽ ഇപ്രകാരം കാണാം, മാമിൻ യൗമിൻ, ഒരു ദിവസവുമില്ല, അക്സറ മിൻ അൻ യുഅതികല്ലാഹു ബിഹി അബ്ദൻ മിനന്നാർ, നരകത്തിൽ നിന്ന് നരകവാസികളെ ഏറ്റവും കൂടുതലായിക്കൊണ്ട് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസമില്ല എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ ദിവസമാണ് വരാൻ വേണ്ടി പോകുന്നത്. മിൻ യൗമി അറഫ, അറഫ ദിവസത്തെ കാണണം. അപ്പോ പ്രത്യേകിച്ച് ആ ദിവസമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റബ്ബേ, നരകത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളെ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ഇണ, അതുപോലെ ബന്ധപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അറഫാ ദിവസത്തിന്റെ പ്രത്യേകതയിൽ ഏറ്റവും പരമപ്രധാനമാണത്. ഏറ്റവും കൂടുതൽ നരകമോചനം ലഭിക്കുന്ന ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജല്ല ജലാലായ പടച്ച റബ്ബ് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അറഫാ മൈതാനത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള ആ ഇഹ്റാമിൽ കഴിഞ്ഞുപോകുന്ന ഹാജിമാർ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മലായികത്തുകളോട് അഭിമാനം കൊള്ളുന്ന ദിവസം. അതേത് ദിവസമാ? അറഫാ ദിവസമാണ്. മാതാ അറാദ ഹൗലായി, എന്താണ് ആ കൂട്ടം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അപ്പൊ അതിനുള്ള ഉത്തരം എന്താ? യർജൂന റഹ്മത റബ്ബിഹി, റബ്ബിന്റെ കാരുണ്യമാണ് അവരെ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഹാജിമാര് അറഫാ മൈതാനത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അറഫാ ദിവസത്തിന്റെ പ്രത്യേകത, ഒരിക്കലും മഹാനായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ദൂതനായ ഒരു മനുഷ്യൻ പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നേതാവായിട്ടുള്ള
ഉമർ ഇബ്നുൽ ഖത്താബ് ആയത്തുൻ ഫീ കിതാബികും തഖറഊനഹാ, നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു ആയത്തുണ്ടല്ലോ, അത് നിങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ലൗ അലൈനാ മഅശറ യഹൂദി നസലത്ത്, ജൂത സമൂഹമായിട്ടുള്ള ഞങ്ങളുടെ മേലാണ് അത് ഇറങ്ങിയിരുന്നതെങ്കിൽ ലത്തഖദ്നാ ദാലിക യൗമ ഈദാ, അത് ഞങ്ങൾ ആഘോഷ ദിവസമായി സ്വീകരിക്കുമായിരുന്നു. എന്താണ് ആ ആയത്ത്? ഖാല അയ്യു ആയ, അദ്ദേഹം ചോദിച്ചു ഏതായത്താണത് എന്ന്. ഖാൽ, അപ്പോ ആ ജൂതൻ പറയാ, അൽ യൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നിതാ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ച് അനുഗ്രഹിച്ച് തൃപ്തിപ്പെട്ടിതാ ഞാൻ തന്നിരിക്കുന്നു. അതേ പരിശുദ്ധ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ട ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് അറഫാ ദിവസം എന്നുള്ളത്. അറഫാ ദിവസത്തിനൊട്ടേറെ പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവരെ. എന്നിട്ട് മഹാനായിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയാൻ, ഈ ആയത്ത് കേട്ടപ്പോ അറഫ്നാ ദാലികൽ യൗം, ആ ദിവസം എനിക്ക് മനസ്സിലായി. ഏതാ ദിവസം? والمكان الذي نزلت فيه على النبي صلى الله عليه وسلم, ആ ദിവസം ഏതാണെന്ന് മനസ്സിലായി, ആ സ്ഥലം ഏതാണെന്ന് എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഏതാണത്? വഹുവ ഖായിമുൻ ബിഅറഫത യൗമ ജുമുഅത്തിൻ, ഒരു വെള്ളിയാഴ്ച ദിവസം അറഫായിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ ഈ ആയത്ത് സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്താണ് അത് ഇറങ്ങിയത് എന്നുള്ളതാണ്. നോക്കണം, ദീൻ പൂർത്തീകരിച്ചത് അറഫാ ദിവസമാണ്. ഈ ഹാജിമാര് അറഫയിൽ സമ്മേളിക്കുന്ന അന്ന് അവര് സഹോദരങ്ങളെ എല്ലാ സംഗതികളും മറന്നുകൊണ്ട് ഒരു ഹാജി പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, ആ വിചാരണയെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, തൗബ ചെയ്യുകയാണ്. റബ്ബേ, എന്റെ പാപങ്ങൾ പുറത്തു തരേണമേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് അവന് പ്രാർത്ഥിക്കുകയാണ്. ചെറുത് വലുത്, അതുപോലെ രഹസ്യമായി ചെയ്തത് പരസ്യമായി ചെയ്തത് സകല പാപങ്ങളും ബുദ്ധി വെച്ച നാളെ മുതൽ ആ നിമിഷം വരെ എന്തൊക്കെ ചെയ്തു പോയിട്ടുണ്ടോ, ഗഫൂറായ വദൂദായ റഹ്മാനായ റഹീമായ എല്ലാ പാപങ്ങളും പൊറുക്കുന്ന തവ്വാബായ നാഥാ, ഞങ്ങൾക്ക് പുറത്തു തരേണമേ എന്ന് പ്രാർത്ഥിച്ച് ഇസ്തിഗ്ഫാർ നടത്തി തൗബ നടത്തി കേണപേക്ഷിച്ച് കൈകൾ ഉയർത്തി അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട്, തന്റെ വാഹനപ്പുറത്തിരുന്നു കൊണ്ട് ദുആ ചെയ്യുകയാണ്. അങ്ങനെ ദുആ ചെയ്തപ്പോൾ ഒട്ടകത്തിന്റെ കയറ് കയ്യിൽ നിന്ന് വീണു എന്നാണ്. എന്നിട്ടത് വീണ്ടും എടുത്തു എന്ന് അത്ര മാത്രം സഹോദരങ്ങളെ പ്രാർത്ഥന നിർഭരമായി കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു വേളയാണ്, ദിവസമാണ് അറഫാ ദിവസം. ആ ദിവസം ഹജ്ജിന് പോകാത്ത ആളുകൾ നോമ്പ് നോക്കണം. അന്ന് നോമ്പ് നോറ്റാൽ എന്താ പ്രത്യേകത? 2 വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു. സഹീഹ് മുസ്ലിമിലെ 1162-ാമത്തെ വചനം, വസുഇല അൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ റസൂൽ പറയാൻ, യുകഫിറു സനതൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞൊരു വർഷം വരാനിരിക്കുന്ന വർഷം 2 വർഷത്തെ ചെറിയ പാപങ്ങൾ, അതുകൊണ്ട് ആ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ് എന്നുള്ളതാണ്. അതേ സഹോദരങ്ങളെ, ഞാനും നിങ്ങളൊക്കെ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും, കരുതിക്കൂട്ടി മനഃപൂർവ്വം ചെയ്തത്, അറിയാതെ ചെയ്തത്. അപ്പൊ അതൊക്കെ പുറത്തു കിട്ടാൻ ഉള്ളൊരു വേളയാണ്. അതുകൊണ്ട് നോമ്പ് നോക്കുക എന്നുള്ളതാണ്. അറഫയിൽ നിന്ന് എങ്ങോട്ടാ ഹാജിമാര് പോകുക? മുസ്ദലിഫയിലേക്കാണ് പോവുക. മുസ്ദലിഫ എന്നുള്ളത് പ്രിയമുള്ളവരെ ഇരുഭാഗത്തും മലകളാണ്, വലിയ നീണ്ടു നിൽക്കുന്ന ഉയർന്നു നിൽക്കുന്ന മലകൾ, അതിനിടയിൽ താഴ്വര. ആ വൈകുന്നേരം അറഫയിൽ നിന്ന് സൂര്യൻ അസ്തമിച്ചുവെങ്കിലും മഗ്‌രിബായുവെങ്കിലും എന്നിട്ട് പുറത്തു പോകാൻ പാടുള്ളൂ. എന്നിട്ട് മഗ്‌രിബ് നമസ്കരിക്കേണ്ടത് എവിടെയാ? മുസ്ദലിഫയിൽ വെച്ചാ. അവിടെ നിങ്ങൾ നോക്കൂ, അവിടെ ടെന്റുകൾ ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാവരും എത്ര വലിയ സമ്പന്നരാകട്ടെ പിന്നെ ആരുമാകട്ടെ അവരൊക്കെ ആ മലമുകളിൽ താഴ്വരകളിൽ ഒക്കെ അങ്ങോട്ട് കിടക്കാൻ, ഉറങ്ങാൻ. അവിടുത്തെ ഇബാദത്ത് എന്താ? അൽ മബീതു ബി മുസ്ദലിഫ, മുസ്ദലിഫയിലെ രാപ്പാർക്കൽ.
അവിടെ ചെന്ന് മഗ്‌രിബും ഇശയും നമസ്കരിക്കുക, പിന്നെ വിത്ർ നമസ്കരിക്കുക. റസൂൽ വിത്ർ ഒരിക്കലും യാത്രയിൽ പോലും ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ എന്നിട്ട് അവിടെ കിടന്നുറങ്ങുക എന്നുള്ളതാണ്. എന്നിട്ട് പ്രിയമുള്ളവരെ, അവിടെ നിന്ന് സുബഹിന്റെ അവ്വലില് അത് നമസ്കരിച്ച് പിന്നീട് ജംറയിലേക്ക് പോകാണ് പിറ്റേ ദിവസം. ആ പിറ്റേ ദിവസത്തിന്റെ പേരെന്താ? യൗമുൻ നഹർ, അറബിന്റെ ദിവസം. അറബിന്റെ ദിവസം യൗമുൽ ഈദ്, പെരുന്നാൾ ദിവസം എന്ന് പറയും. അന്ന് ജംറത്തുൽ അഖബയിൽ എറിയണം. ഹജ്ജിന്റെ കർമ്മങ്ങള് സവിസ്തരം പറയല്ല, ഓടിച്ചു പോകുകയാണ്. അന്ന് ജംറത്തുൽ അഖബ ഒറ്റ ജംറയിലാണ് എറിയേണ്ടത്. എറിഞ്ഞ് ബലി നിർവഹിക്കണം, എന്നിട്ട് മുടിയെടുക്കണം, എന്നിട്ട് തവാഫുൽ ഇഫാദ ചെയ്യണം. പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജ് അതിന്റെ 29-ാമത്തെ സൂക്തത്തിൽ പറയുകയുണ്ടായി, വൽയത്തവഫു ബിൽ ബൈത്തുൽ അതീഖ്, പുരാതനമായ ആ ഗേഹത്തെ പ്രദക്ഷിണം ചെയ്യണം, തവാഫ് ചെയ്യണം. ഹജ്ജിന്റെ റുക്നാണ്, അവിഭാജ്യ ഘടകമാണ് തവാഫുൽ ഇഫാദ. കഅബാലയത്തെയാണ് തവാഫ് ചെയ്യുന്നത്. എന്താണ് കഅബ? ലോക മുസ്ലിമീങ്ങളുടെ ഖിബലയാണ്. സഹോദരങ്ങളെ, ദുഃഖകരമെന്ന് പറയട്ടെ, അത് ദർഗയാണെന്നാണ് ഈ അടുത്ത് ഒരു മുസ്ലിയാർ പറഞ്ഞത്. ഞാൻ അയാളെ കുറ്റപ്പെടുത്തുകയല്ല. മുസ്ലിങ്ങളായ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ കഅബ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ഖിബലയാണ്. ഒന്നാമതായിട്ട് റബ്ബിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഭവനമാണ്. ആ കഅബാലയത്തെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം, അതിനെ നിന്ദിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ചിഹ്നമാണ്. ബാങ്ക് അള്ളാഹുവിന്റെ ചിഹ്നമാണ്. പള്ളി അള്ളാഹുവിന്റെ ചിഹ്നമാണ്. ഉലുഹിയ്യത്തിന്റെ ബലിമൃഗം അള്ളാഹുവിന്റെ ചിഹ്നമാണ്. കഅബാലയം അള്ളാഹുവിന്റെ ചിഹ്നമാണ്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആര് ബഹുമാനിക്കുന്നുവോ അത് ഹൃദയങ്ങളിൽ നിന്നുള്ള ഭക്തിയാണ് എന്നുള്ളതാണ്. സൂറത്തുൽ ഹജ്ജിലെ 32-ാമത്തെ വചനമാണ്. അപ്പോ ആ കഅബാലയം ഇബ്രാഹിം നബിയുടെയും ഹാജറ ബീവിയുടെയും ഇസ്മായിൽ നബിയുടെയും ദർഗയാണ്, ശവകുടീരമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കഅബയെ നിന്ദിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയല്ല പ്രിയമുള്ളവരെ. ലോകത്ത് അമ്പിയാക്കളുടെ ഖബറുകള് എവിടെയാണ് എന്ന് പ്രാമാണികമായ അഥവാ വിശുദ്ധ ഖുർആൻ കൊണ്ടോ സ്വീകാര്യമായിട്ടുള്ള ഹദീസുകൾ കൊണ്ട് ഒന്നും തന്നെ തെളിയിക്കാൻ പറ്റുകയില്ല. ഒരേ ഒരു നബിയുടേതല്ലാതെ. അതാരുടെ ഖബറാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. അത് മദീന മുനവ്വറയിലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ആണ് ആ ഖബർ എന്ന് കൃത്യമായി ഹദീസുകളിൽ ഉള്ളതാണ്, സ്വീകാര്യയോഗ്യമായ ഹദീസിലുള്ളതാണ്. മറ്റ് ഒരു നബിയുടെയും ഖബർ എവിടെയാണെന്ന് നമ്മൾ കൃത്യമായി രേഖയില്ല. പലരും പറയുന്നു സ്വാലിഹ് നബിയുടേത് ഒമാനിലുണ്ട്, ഇബ്രാഹിം നബിയുടേത് ഫലസ്തീനിലുണ്ട് എന്നൊക്കെ. പക്ഷെ അതിനൊന്നും പ്രാമാണികമായ രേഖയില്ല. അപ്പൊ കഅബാലയത്തെ നമ്മൾ ബഹുമാനിക്കണം, അതിനെ നിന്ദിച്ചുകൂടാ. അബ്രഹത്ത് കഅബാലയത്തെ തകർക്കാൻ വന്നു, ആ ചരിത്രം ഞാൻ പറയുന്നില്ല. അതിനെ അല്ലാഹു തആല രക്ഷിച്ചു, സംരക്ഷിച്ചു. ഇന്നും ചില ആളുകൾ കഅബാലയത്തെ പല രൂപത്തിൽ തകർക്കാൻ ശ്രമിക്കുകയാണ്, ശവകുടീരമാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്താ അല്ലാഹു പറഞ്ഞത്? ഫലിയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ നാഥനെ നിങ്ങൾ ആരാധിക്കുക എന്നുള്ളതാണ്. ആ രൂപത്തിൽ സഹോദരങ്ങളെ, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോട് ബഹുമാനം മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈമാനിന് പോറലേൽക്കാതെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. അല്ലാഹുവിനെ ഓർത്ത് നല്ലവരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഈദ് ദിവസത്തെ സുന്നത്തുകൾ വളരെ പെട്ടെന്ന് ചുരുങ്ങിയ നിലയിൽ പറയുകയാണ്. ഒന്ന്, പരിശുദ്ധ ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളാണ് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അത് ഈദുൽ ഫിത്ർ, മറ്റൊന്ന് ഈദുൽ അൽഹ. ആ രണ്ടാഘോഷങ്ങളാണ്. ആ രണ്ടാഘോഷങ്ങളിൽ ചില മര്യാദകൾ, അദബുകളും സുന്നത്തുകളും നമ്മൾ പാലിക്കണം. ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടതെന്ന് നമ്മൾ പെരുന്നാൾ ദിവസത്തിന് വേണ്ടി, നമസ്കാരത്തിന് വേണ്ടി കുളിക്കുക എന്നുള്ള നിയ്യത്തോടുകൂടെ തന്നെ
തന്നെ നമ്മൾ കുളിക്കണം. ചില ആളുകൾ പറയുന്നുണ്ട് പെരുന്നാൾ ദിവസം കുളിക്കണം എന്നൊന്നുമില്ല എന്ന്. എന്നാൽ കുളിക്കണം. അതാണ് മഹാനായിട്ടുള്ള ഇമാം നബവി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്, യുസ്തഹബ്ബു അൽ ഗുസ്ലു ലിൽ ഈദൈൻ, രണ്ട് പെരുന്നാളുകൾക്കും കുളിക്കൽ സുന്നത്താണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ആ കുളിയുടെ രൂപം എന്ന് പറയുന്നത് നമ്മൾ വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കുമല്ലോ, നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ വൃത്തിയാക്കുക, എന്നിട്ട് ദന്ത ശുദ്ധീകരണം നടത്തുക, എന്നിട്ട് വുളു ചെയ്യുക, കാല് കഴുകൽ ഒഴികെയുള്ള വുളുവിൻ്റെ എല്ലാ സംഗതികളും നമ്മൾ വുളു എടുക്കുന്നത് പോലെ ചെയ്യുക, എന്നിട്ട് നമ്മളെ മൂർധാവിലൂടെ തലയിലൂടെ വെള്ളമൊഴിക്കുക, വലതു ഭാഗത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, പിന്നെ ഇടതു ഭാഗത്തിന് പ്രാധാന്യം നൽകുക. അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ 3 തവണയോ അതിലപ്പുറമൊക്കെ കുളിക്കുക, എന്നിട്ട് അവസാനം കാല് കഴുകുക. അങ്ങനെ പെരുന്നാൾ ദിവസത്തിന് വേണ്ടി എന്നുള്ള നിയ്യത്തോടുകൂടെ ബിസ്മി ചൊല്ലി നമ്മൾ കുളിക്കണം എന്നുള്ളതാണ്. ആ കുളി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വുളുണ്ടല്ലോ, അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് തജമ്മുൽ, ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ധരിക്കുക. സാധിക്കുമെങ്കിൽ പുതിയത് വാങ്ങുക, ഇല്ലെങ്കിൽ ഉള്ളതിന് നല്ല വൃത്തിയുള്ള നല്ല വസ്ത്രം ധരിക്കുക. അതോടൊപ്പം തന്നെ സുഗന്ധം പൂശുക. അതോടൊപ്പം തന്നെ നമ്മൾ ആളുകളെ ഈ പെരുന്നാൾ ദിവസം ആളുകളെ, നമ്മുടെ സുഹൃത്തുക്കളെയും അയൽവാസികളെയൊക്കെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾക്ക് ആശംസാ വാക്കുകൾ പറയാവുന്നതാണ്. മുൻഗാമികളായ ആളുകൾ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ചെറിയ പെരുന്നാൾക്ക് നമുക്കറിയാം കാരക്ക കഴിച്ചാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാണ് പുറപ്പെടുക. ബലി പെരുന്നാൾക്കൊന്നും കഴിക്കാതെയാണ് പുറപ്പെടുക എന്നുള്ളതാണ്. തക്ബീറുകൾ മുഴക്കണം എന്നുള്ള അറഫാ ദിവസം രാവിലെ മുതൽ തക്ബീറുകൾ മുഴക്കാം. എന്താണ് തക്ബീർ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ ബഖറയുടെ 203-ാമത്തെ വചനത്തിൽ വദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഅദൂദാത്ത് എന്നുള്ള ആയത്ത് ഈ തക്ബീറിനെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഉണർത്തുവാനുള്ളത്. ഈ തക്ബീറിന്റെ ആരംഭം അറഫാ ദിവസം രാവിലെ മുതൽ സുബഹ് മുതൽ നമുക്ക് നിർവഹിക്കാം. ഏതുവരെ? അയ്യാമുൽ തശ്രീഖിന്റെ അഥവാ ദുൽഹജ്ജ് 13-ന്റെ അസർ കഴിഞ്ഞ് മഗ്രിബിന്റെ മുമ്പായി അവസാനിപ്പിക്കണം. അതാണ് ഇതിന്റെ സമയം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നീട് പെരുന്നാൾ നമസ്കാരത്തിന് പോകേണ്ടതൊരു വഴി, മടങ്ങി വരേണ്ടത് മറ്റൊരു വഴി സാധിക്കുമെങ്കിൽ. അതിലൊക്കെ ഒട്ടേറെ ഹിക്മത്തുകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സാധിക്കുന്ന ആളുകൾ നടന്നു വരുന്നതും പ്രധാനപ്പെട്ടതാണ്. പെരുന്നാൾ നമസ്കാരം 2 റക്അത്താണ്, ശക്തമായ സുന്നത്താണ്. ഹിജ്റ 1-ാമത്തെ വർഷമാണ് അത് ഇസ്ലാമിൽ ശറഅാക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. അതിന് ബാങ്കില്ല, ഇഖാമത്തില്ല, 2 റക്അത്ത് നമസ്കാരമാണ്. മൈതാനത്താണ് അല്ലാഹുവിൻ്റെ റസൂൽ നമസ്കരിച്ചത്. അവിടെ തഹിയ്യത്ത് നമസ്കാരവുമില്ല, ശേഷവും നമസ്കാരമില്ല എന്ന് അറിയുക. പെരുന്നാൾ നമസ്കാരം ശക്തമായൊരു സുന്നത്താണ്. ആരും അത് ഒഴിവാക്കിക്കൂടാ എന്നാണ് ഉണർത്തുവാനുള്ളത്. സാധാരണ ഗതിയിൽ നിന്ന് അതിനെന്താ പ്രത്യേകത? 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീറുണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം കൂടാതെ തന്നെ. 2-ാമത്തേതിൽ 5 തക്ബീർ. ആ തക്ബീറുകൾക്കിടയിൽ എന്തെങ്കിലും സ്വലാത്തോ പ്രാർത്ഥനയോ ദിക്റോ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. മൗനം പാലിച്ചു നിന്നാൽ മതി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പിന്നീട് നമസ്കാര ശേഷമാണ് ഖുതുബ എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഈ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ബലിയറുക്കൽ. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അല്ലാഹു തആല ഇങ്ങനെയുള്ള സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് പെരുന്നാൾ ദിവസം അള്ളാഹുവിന് വേണ്ടി ആചരിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഒന്ന്, നമുക്കറിയാം നമ്മുടെ ഈ കുവൈത്തിൽ നടന്ന അപകടം, ഒട്ടേറെ ആളുകൾ, മലയാളികൾ ഉൾപ്പെടെ മരണപ്പെടുകയുണ്ടായി. അപകട മരണങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ നമ്മൾ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷക്കായിട്ട് അള്ളാഹുവിനോട് തേടുക. പടച്ച റബ്ബ് നാം ഏവരെയും അങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങൾ മരണപ്പെട്ടു പോയിട്ടുള്ള വലിയ ഒരു പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു സയ്യിദ് ഫാറൂഖി എന്ന് പറയുന്ന ഒരു ഖുർആൻ പണ്ഡിതൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ 25 വർഷമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ഖുർആൻ ലേണിംഗ് ക്ലാസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം 25 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്നിട്ട് അദ്ദേഹമാണ് ഈ ഒറ്റപ്പാലത്ത് നിർവഹിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ ആഖിറം വിജയിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അതോടൊപ്പം സഹോദരങ്ങളെ, ഇന്ന് കേന്ദ്ര പള്ളി ഫണ്ട് കലക്ഷനാണ്. ഒട്ടേറെ പാവപ്പെട്ട പ്രദേശങ്ങളിലേക്ക് പള്ളി അത് പരിപാലിക്കാനുമൊക്കെയുള്ള ഫണ്ട് ശേഖരണം. അതിൽ സാധിക്കുന്ന ആളുകൾ സാധിക്കുന്നത്ര സഹകരിക്കുക. പെരുന്നാൾ നമസ്കാരം 7:30 എല്ലാവരും നേരത്തെ തന്നെ വരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ റഹ്മാനായ നാഥ, എല്ലാവിധ അപകടങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ. റഹ്മാനായ നാഥ, ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും നിന്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട് മഹത്തായ ഫള് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവേ, മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ മരണമടയുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد